ഹലോ ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഈ ഒരു പേപ്പറിന് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ തന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ബ്ലോക്ക് 1, അതായത് ട്രഡീഷണൽ അപ്രോച്ചസ് ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന യൂണിറ്റിന്റെ പാർട്ട് 1 സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ടു വേരിയസ് സ്കൂൾ ഓഫ് തോട്ട്സ് ഇൻ മാക്രോ എക്കണോമിക്സ്. അതിനുശേഷം ഒരു ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ തിയറി. ഇതിനെക്കുറിച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ വേരിയസ് സ്കൂൾ ഓഫ് തോട്ട്സിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കഥ പോലെയൊക്കെ പറഞ്ഞു പോകാനുള്ള സാധനമാണ്. എന്നാൽ ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത് കുറച്ചുകൂടെ ഗ്രാഫിക്കലി മാത്തമാറ്റിക്കലി ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു കണ്ടന്റ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ഇൻട്രൊഡക്ഷനിൽ ഒരു മാക്രോ എക്കണോമിക്സിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ നോട്ടിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ എന്താണ് മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സില് അല്ലെ മാക്രോ എക്കണോമിക് തിയറി എന്ന് വെച്ചാല് നമ്മുടെ ചുറ്റും നടക്കുന്ന എക്കോണമിയിൽ നടക്കുന്ന ഫിനോമിനൻ, ഓരോ പ്രതിഭാസങ്ങളെ ഒരു സെറ്റ് ഓഫ് ഐഡിയാസ്, പ്രിൻസിപ്പിളും വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് ഒരു എക്കണോമിക് തിയറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മാക്രോ എക്കണോമിക് തിയറികള് ബേസിക് ആയിട്ട് മാക്രോ എക്കണോമിക് ഫിനോമിന, അതായത് അഗ്രിഗേറ്റിംഗ് നാച്ചർ, ഒരു എക്കോണമി ആസ് എ ഹോൾ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റീവ് ആയിട്ടുള്ള ഫിനോമിനാണ് നമ്മൾ മാക്രോ എക്കണോമിക് തിയറിയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പിന്നെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് എന്തിനാണ് പുതിയതായിട്ട് ഉയർന്നു വരാൻ കാരണം? അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ വാട്ട് ഹോൾഡ്സ് ഫോർ ദ ഇൻഡിവിജ്വൽ യൂണിറ്റ് മേ നോട്ട് ഹോൾഡ് ഗുഡ് ഫോർ ദ എക്കോണമി ആസ് എ ഹോൾ. അതായത് നമ്മളൊരു ഇൻഡിവിജ്വൽ ആസ്പെക്റ്റിൽ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എക്കോണമിയിൽ മുഴുവൻ കാര്യങ്ങളിലും അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ അതൊരു പക്ഷേ ഗുഡ് ആയിക്കൊള്ളണമെന്നില്ല. അതായത് ഇൻഡിവിജ്വൽ ബേസിൽ അതൊരു ഗുഡ് ആയിരിക്കാം, എന്നാൽ എക്കോണമി ആസ് എ ഹോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഒരു ഫേം കുറച്ച് വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ ആരംഭിച്ചു, അവരെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ. അപ്പൊ ഇവരുടെ ഒരു ഫേമിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചിട്ട് അത് വേജിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും അതിനെ കൊണ്ട് സാധിക്കില്ല. എന്നാല് ഒരു എക്കോണമിയിലുള്ള മുഴുവൻ ഫേമിനും ഡിമാൻഡ് ഫോർ ലേബർ കൂടി. ഈ ഒരു സമയത്ത് ലേബറിന്റെ ഡിമാൻഡ് കൂടി ഷോർട്ടേജ് ഓഫ് ലേബർ ഉണ്ടായി. അപ്പൊ അവിടെ എന്താണ്, വേജ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ കണ്ടു, ഒരു ഫേമിന്റെ കാര്യത്തില് ഒരു ഫേം ഇവിടെ എന്താണ് ഡിമാൻഡ് ഓഫ് ലേബർ കൂട്ടിയ സമയത്ത് വേജിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു ഒരു എക്കോണമിയിലുള്ള എല്ലാ ഫേമുകളും പിന്നെ ഡിമാൻഡ് ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്താൽ അത് വേജിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഒരു പെർട്ടിക്കുലർ സാധനത്തില് ഗുഡ് ആയിട്ടുള്ളത് എക്കോണമി ആസ് എ ഹോൾ അത് ഗുഡ് ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളതൊരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബേസിലുള്ള സാധനം എക്കോണമി ആസ് എ ഹോൾ അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റ് നാച്ചറിൽ അത് സെയിം ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് ഇവിടെ എന്താണ് ഒരു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സിന്റെ ഒരു ആവശ്യം വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫിനോമിനയാണ് പറയുന്നത്, അതായത് 2022 നടന്ന സംഭവിച്ചിട്ടുള്ള ഗ്ലോബൽ എനർജി ക്രൈസിസ്. ഇവിടെ 2022 എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓയിൽ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇവിടെ ഷോർട്ടേജ് ഉണ്ടായി. ഒരു സാധനത്തിന്റെ ഷോർട്ടേജ് ഉണ്ടായാൽ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാൻ ഒരുപാട് സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഇതിന് പിന്നിലുണ്ട്. അതായത് നാച്ചുറൽ റീസൺസ് ആവും, പൊളിറ്റിക്കൽ റീസൺസ് ആവും, അതേപോലെ റഷ്യ ഉക്രൈൻ വാർ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ റീസൺ ആണ്. അപ്പോ
ഇവിടെ എന്താണ് സംഭവിച്ചത്? ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതായത് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങള്, അവർ ഒരു ഇൻകം ഇൻഫ്ലോ ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രൈസ് കൂടി, സ്വാഭാവികമായിട്ടും അവര് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പൊ അവർക്ക് ഇൻഫ്ലോ ആണ് ഉണ്ടാവുക. പിന്നെ ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രീസ്, അതായത് നമ്മൾ വാങ്ങുന്ന, ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളമായിട്ട് പണം പുറത്തേക്ക് അയക്കാണ് ചെയ്യുന്നത്. അതായത് ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയിലേക്ക് അയക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഔട്ട്ഫ്ലോ ആണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്താണ്, ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രീസിൽ ഈ ഓയിലും ഗ്യാസും ഇലക്ട്രിസിറ്റിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി പല രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയാൽ ഇൻഫ്ലേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം, അല്ലെങ്കിൽ ഒരു പ്രൈസ് ലെവല് ഇക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാന് നമ്മളുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI രംഗത്തേക്ക് വരും. അപ്പൊ അവര് പോളിസി മേക്ക് ചെയ്യും. ഈ പോളിസി എന്തായിരിക്കും, ഇൻഫ്ലേഷന് കട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ കൂട്ടുകയോ അല്ലെങ്കിൽ മണി സപ്ലൈനെ കുറയ്ക്കുകയോ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലേഷനെ ടാക്കിൾ ചെയ്യുന്നത്. അപ്പം RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഇങ്ങനെയുള്ളൊരു ഒരു പോളിസി മെഷേഴ്സ് ആണ് എടുക്കുക ഇൻഫ്ലേഷനുള്ള അവസരങ്ങളിൽ. അപ്പോൾ ഒരു കൺട്രിയിലെ മോണിറ്ററി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിയോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ രാജ്യത്തുള്ള വെൽഫെയർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഏത് പോളിസിയാണ് ഓരോ സന്ദർഭം, ഓരോ ഫിനോമിനൻ അല്ലെങ്കിൽ ഓരോ എക്കോണമിക് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഏത് പോളിസിയാണ് എടുക്കേണ്ടത്, ഇതിന് ആ പോളിസിയെ ഡിസൈൻ ചെയ്യാനൊക്കെയാണ് മാക്രോ എക്കണോമിക് തിയറി സഹായിക്കുന്നത്. അപ്പം മാക്രോ എക്കണോമിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മൈക്രോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കാണും. എന്നാൽ മാക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിഫറെന്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഒരു ഫിനോമിനന് ഡിഫറെന്റ് എക്സ്പ്ലനേഷനും ഡിഫറെന്റ് റെക്കമെൻഡേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പിന്നെ ഡിസ്കഷനും അതേപോലെ ഡിബേറ്റും ഉണ്ടാവാന് ആരംഭിച്ചത് 1930-കൾക്ക് ശേഷമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. 1930 വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മേജർ മാക്രോ എക്കണോമിക് തിയറിയാണ് ക്ലാസിക്കൽസ്. എന്നാൽ 1930 ശേഷം വന്നിട്ടുള്ള കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്. അപ്പം ഇവര് തമ്മിൽ ഓരോ ഫിനോമിനലിലും നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നത്, അതിന്റെ പോളിസികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു ഡിഫറൻസിന് കാരണം എന്ന് വെച്ചാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള അസംഷൻസുകളിലുള്ള കുറച്ച് ഡിഫറൻസ് ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവരെന്താക്കും, അവർ ഓരോ എക്കണോമിക്സ് ഇഷ്യൂസിനെയും അല്ലെങ്കിൽ ഫിനോമിനെയും ഡിഫറെന്റ് ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ടോപ്പിക് എന്നുള്ളത് വേരിയസ് സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക് തോട്ട് ആണ്. അപ്പൊ ഇതില് നമ്മള് ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ആളുകൾ, കുറച്ച് തിങ്കേഴ്സ്, അവരൊരു കാര്യത്തിനെ പറ്റി ഒരു സെയിം വ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ എന്താക്കും, ഒരു സ്പെസിഫിക് സ്കൂൾ ഓഫ് തോട്ടിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതില് a group of macroeconomic thinkers who share similar views on the behavior of macroeconomic variable in an economy. സോ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ്, ന്യൂ ക്ലാസിക്കൽ സിന്തസിസ്, ന്യൂ ക്ലാസിക്കൽസ്. അപ്പൊ ഇവരെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ തരുന്നത്. ഇതിനെപ്പറ്റി ഓരോ തോട്ടിനെ പറ്റി നമുക്ക് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു മാക്രോ എക്കണോമിക് തിയറി ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു സ്റ്റോറിയാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത കാര്യം വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു സ്റ്റോറി ലൈനിൽ കാര്യങ്ങൾ എടുത്താൽ കുറച്ചും കൂടി ഈസി ആവുന്നതാണ്
ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ടാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പം ഇവര് ഒരു 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറിയിലാണ് ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ ഒരു ബിലീവായിരുന്നു എക്കണോമിക് വേരിയബിൾ ഇൻ ആൻ എക്കോണമി ഡിറ്റർമൈൻഡ് ത്രൂ മാർക്കറ്റ് ഫോഴ്സ്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് ഒരു എക്കോണമിക് വേരിയബിളിനെ ഡിറ്റർമൈൻ ചെയ്തിരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇറ്റ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ആൻഡ് അനലൈസ് ദ റിമാർക്കബിൾ ഇൻക്രീസ് ഇൻ വെൽത്ത്. വെൽത്തിന്റെ ഒരു ഇൻക്രീസിനെ അവര് അനലൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിച്ചു. അതേപോലെ തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അസംഷൻ ആയിരുന്നു ഫുള്ളി ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്. അതായത് നമുക്ക് പ്രൈസിനെയും വേജസിനെയും എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ അല്ലെങ്കിൽ ഫുൾ കപ്പാസിറ്റി എന്നുള്ളത്. അപ്പം ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മളുടെ പ്രൈസും വേജും ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രൈസിനെയും വേജിനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എക്കോണമി വീണ്ടും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് വരും എന്നാണ് ക്ലാസിക്കൽസിന്റെ ഏറ്റവും വലിയൊരു ബിലീവ് എന്നുള്ളത്. അവര് സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷനെ ഒപ്പോസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ പ്രൊമിനന്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായിരുന്നു ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, തോമസ് മാൽത്തൂസ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ. അടുത്തതായിട്ട് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സിൽ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1930-കൾക്ക് ശേഷമാണ്. കാരണം 1930-കളില് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ലോകം സാക്ഷിയായി. അവിടെ എന്താണ് ഒരു ഒരു മാസീവ് ഡിക്ലൈൻ ഇൻ ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൈസ് ലെവൽ, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആൻഡ് ബാങ്കിങ് എല്ലാത്തിലും ഒരു മാസീവ് ഡിക്ലൈൻ സംഭവിച്ചു, ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിച്ചു. അപ്പോൾ ക്ലാസിക്കൽസ് അത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എക്കോണമിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൈസും വേജും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എക്കോണമിയിൽ നമുക്ക് എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു അസംഷൻ ഒക്കെ ഫോൾസ് ആണെന്ന് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷനോടെ ആളുകൾക്ക് മനസ്സിലായി. അപ്പൊ അവരെന്താണ് ഒരു പുതിയ തിയറി, ഗ്രേറ്റ് ഡിപ്രഷന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ തിയറിക്ക് വേണ്ടി അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മളുടെ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജോൺ മെയ്നാർഡ് കെയ്ൻസ് അദ്ദേഹത്തിന്റെ ഒരു തിയറിയുമായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം ക്ലാസിക്കൽസിന്റെ പിന്നെ അസംഷൻ ആയിട്ടുള്ള പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിളിനെ എതിർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള പ്രൈസും വേജും എന്നുള്ളത് അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് അല്ല, അത് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് അദ്ദേഹത്തിന്റെ തിയറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറഞ്ഞത് എക്കോണമിയിൽ ഇത്രയും വലിയൊരു അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാൻ കാരണം അത് അഗ്രിഗേറ്റ് ഡിമാൻഡിലുള്ള കുറവ് കൊണ്ടാണ്. ഇങ്ങനെ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡിൽ കുറവ് വരാൻ കാരണം ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡിൽ കുറവ് വന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കെയ്ൻസ് ക്ലാസിക്കൽസിന്റെ ഒരു അസംഷൻ ആയിട്ടുള്ള ലേസിയസ് ഫെയർ, അതായത് എക്കോണമിയിൽ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വളരെ ലിമിറ്റഡ് ആവണം, അല്ലെങ്കിൽ അതിന് ഒരു സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വേണ്ട എന്നുള്ളൊക്കെ ഒരു ക്ലാസിക്കൽസിന്റെ അസംഷനെ കെയ്ൻസ് ഒപ്പോസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഒരു പോളിസി ഇന്റർവെൻഷന് വേണം, അത് ഡിമാൻഡിനെയും എംപ്ലോയ്മെന്റിനെയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ കെയ്ൻസ് ആണ് ഈ ഒരു ക്ലാസിക്കൽസ് എന്നുള്ള ഒരു ടേമിനെ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ആ ഒരു ക്ലാസിക്കൽ എക്കണോമിക് തോട്ടിനെ നമ്മൾ ക്ലാസിക്കൽസ് എന്നറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ കെയ്ൻസ് വന്നതിന് ശേഷമാണ് ഇവരെ നമ്മൾ ക്ലാസിക്കൽസ് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കെയ്ൻസ് പറഞ്ഞത് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് എന്നുള്ളത് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക്
നികത്താൻ വേണ്ടിയിട്ട് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് 1970 വന്നിട്ടുള്ള സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇക്കോണമിയിൽ വരികയും കെയ്നീഷ്യൻ എക്കണോമിക്സ് അത്രയും കാലം 1970 വരെ ക്ലാസിക്കൽ ഇക്കണോമിക്സ് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു എക്കണോമിക് തിയറിയിൽ ഡൊമിനേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കെയ്നീഷ്യനും ക്ലാസിക്കൽസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. ഇതില് നമ്മള് ക്ലാസിക്കൽസിനെ എപ്പോഴും ഡിമാൻഡ് സൈഡ് ഇക്കണോമിസ്റ്റുകൾ എന്നാണ് സോറി, ക്ലാസിക്കൽസിനെ നമ്മൾ സപ്ലൈ സൈഡ് എക്കണോമിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കെയ്ൻസിനെ നമ്മൾ ഡിമാൻഡ് സൈഡ് ഇക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ ഇവര് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഡിമാൻഡിന്റെയും സപ്ലൈയും ഇതിന്റെ ഒരു റോൾ പ്ലേയിലുള്ള ഡിഫറൻസ് ആണ് ഇവരുടെ ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത്തേത് ക്ലാസിക്കൽസ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൈസ് ആൻഡ് വേജിൽ ബിലീവ് ചെയ്തിരുന്നു, എന്നാൽ കെയ്ൻസ് ഇതിൽ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ക്ലാസിക്കൽസിന്റെ മറ്റൊരു അസംഷൻ ആയിരുന്നു ഡൈക്കോട്ടമി എന്നുള്ളത്, അതായത് റിയലും മോണിറ്ററി സെക്ടറും ഡിഫറെന്റ് ആണ് എന്നുള്ളത്. എന്നാൽ കെയ്ൻസ് ഇതിനെ ഓപ്പോസ് ചെയ്തു. അതേപോലെ തന്നെ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നുള്ളതും ക്ലാസിക്കൽസിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, എന്നാൽ കെയ്ൻസിന്റെ ബിലീഫ് അല്ലായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഇവരുടെ ഒരു മേജർ ഡിഫറൻസ് എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനുകളിൽ അല്ലെങ്കിൽ സ്ലൈഡുകളിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പലതും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഡൈക്കോട്ടമി, ന്യൂട്രാലിറ്റി പോലുള്ള കാര്യങ്ങൾ. കെയ്ൻസ് ശേഷം വന്നിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട് ആണ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്നുള്ളത്. നിയോ ക്ലാസിക്കൽ സിന്തസിസിൽ ശരിക്കും ക്ലാസിക്കൽസിന്റെയും അതേപോലെ തന്നെ കെയ്നീഷ്യൻസിന്റെയും അവരുടെ ഒരു തോട്ടിന്റെ ഒരു ഇന്റഗ്രേറ്റ് വേർഷൻ ആണ് നിയോ ക്ലാസിക്കൽ സിന്തസിസ് എന്നുള്ളത്. ഇവിടെയാണ് നമുക്ക് ISLM മോഡൽ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കുകളിൽ പഠിക്കും. പിന്നെ ഹാരോഡ്, ഡോമർ, കാൽഡർ ഇതുപോലുള്ള എക്കണോമിസ്റ്റുകള് കെയ്ൻസ് പറഞ്ഞത് ഷോർട്ട് റണ്ണിലുള്ള കെയ്ൻസ് എപ്പോഴും ഷോർട്ട് റണ്ണിലുള്ള ഒരു കാര്യങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇൻ ദ ലോങ് റൺ വി ഓൾ ആർ ഡെഡ്. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ സപ്ലൈയും ഡിമാൻഡിനെ പറ്റി ഒന്നും അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടില്ല. എല്ലാം ഷോർട്ട് റണ്ണിലായിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ടായിരുന്നത്. എന്നാൽ ഹാരോഡും ഡോമറും കാൽഡറും ഈ ഒരു കെയ്നീഷ്യനെ ലോങ് റണ്ണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ഓഫ് ദി ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതോടുകൂടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ള ഒരു തിയറിയാണ് നിയോ ക്ലാസിക്കൽ സിന്തസിസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് പോസ്റ്റ് കെയ്നീഷ്യൻസ് ആയിട്ടുള്ള ഇവര് കൂടുതലായിട്ടും എക്കണോമിക് ഗ്രോത്തിനെയാണ് അവർ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. അടുത്ത സ്കൂൾ ഓഫ് തോട്ടാണ് ന്യൂ ക്ലാസിക്കൽസ് എന്നുള്ളത്. ക്ലാസിക്കൽസ് അല്ലെങ്കിൽ കെയ്നീഷ്യൻ 1970 വരെയാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഡൊമിനേറ്റ് ചെയ്ത് നിന്നത് എന്ന് പറഞ്ഞു. അപ്പൊ 1970 സ്റ്റാഗ്ഫ്ലേഷൻ എന്നുള്ളൊരു പ്രതിഭാസം വരികയും ഇവിടെ നമ്മുടെ കെയ്നീഷ്യൻ തിയറി ഫെയിൽ ആവുകയും ചെയ്തു. അപ്പം അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് E. ലൂക്കാസ് ക്ലാസിക്കൽസിന്റെ പല ക്ലാസിക്കൽ ഐഡിയാസിനെ റിവൈവ് ചെയ്തുകൊണ്ട് കെയ്നീഷ്യൻ തോട്ടിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റ് ആണ് ന്യൂ ക്ലാസിക്കൽസ്. ഇവരെന്താണ് ക്ലാസിക്കൽസിന്റെ പല ആശയങ്ങളെയും അങ്ങനെ തന്നെ റിട്ടൈൻ ചെയ്യുകയും എന്നാൽ രണ്ട് പുതിയ കൺസെപ്റ്റുകൾ, അതായത് റാഷണൽ എക്സ്പെക്ടേഷനും മൈക്രോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പുതിയ രണ്ട് കൺസെപ്റ്റുകൾ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ന്യൂ ക്ലാസിക്കൽസും ന്യൂ കെയ്നീഷ്യൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള 2 ഡിഫറൻസും അതേപോലെ സാമ്യതകളുമാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ കോമൺ ഫീച്ചേഴ്സ് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ, മൈക്രോ ഫൗണ്ടേഷൻ ഇൻ ബിഹേവിയർ ഓഫ് എക്കണോമിക് ഏജൻറ്റ്സ് ആൻഡ് റാഷണൽ എക്സ്പെക്ടേഷൻ. ഇത് കെയ്ൻസിന്റെയും അതേ പോസ്റ്റ് കെയ്നീഷ്യനും പോസ്റ്റ് ക്ലാസിക്കൽസും ന്യൂ കെയ്നീഷ്യനും ന്യൂ ക്ലാസിക്കൽസിലും ഈ കാര്യങ്ങൾ കോമൺ ആണ്. എന്നാൽ അവരുടെ ഡിഫറൻസ് ഉള്ളത് ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചറിലാണ്. കാരണം ക്ലാസിക്കൽസ് പെർഫെക്റ്റ് കോമ്പറ്റീഷന് സ്ട്രക്ചറിനെയാണ് പറയുന്നത്. എന്നാൽ കെയ്നീഷ്യൻസ് മാർക്കറ്റ് ഇംപെർഫെക്ഷനെയാണ്. അതേപോലെ തന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ന്യൂ ക്ലാസിക്കൽസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിനെ ബിലീവ് ചെയ്യുന്നു. എന്നാൽ ന്യൂ കെയ്നീഷ്യൻസ് റിജിഡിറ്റി ഇൻ വേജ് പ്രൈസസ് ആണ് ബിലീവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള എക്കണോമിക്സ് തോട്ടിനപ്പുറത്ത് ഹെറ്ററോഡോക്സ് ആയിട്ടുള്ള മറ്റു പല എക്കണോമിക്സ് തോട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ലൈക്ക് മാർക്സിസ്റ്റ്, ആസ്ട്രിയൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഫെമിനിസ്റ്റ് ആൻഡ് സോഷ്യൽ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള പല പുതിയ എക്കണോമിക് തോട്ടുകളും നമ്മുടെ എക്കണോമിക്സിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്ലൂറലിസം ഇൻ എക്കണോമിക്സ്, ദർ ഇസ് എ നീഡ് ഫോർ പ്രൊമോട്ടിംഗ് പ്ലൂറലിസം ഇൻ എക്കണോമിക്സ് ദീസ് ഡേയ്സ്. ആൻഡ് ഒരുപാട് റിസർച്ചുകൾ ഈ ഒരു പ്ലൂറലിസ്റ്റിക് എക്കണോമിക്സ് അപ്രോച്ചിൽ വരികയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിക്കൽ തിയറിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ എല്ലാ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി. അപ്പൊ ഇതിൽ നമ്മൾ ക്ലാസിക്കൽ തിയറിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമുക്കറിയാം 18th to 19th സെഞ്ചുറിയിലാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു തിയറി ആയിരുന്നു മെർക്കന്റിലിസം എന്നുള്ളത്. അപ്പൊ മെർക്കന്റിലിസത്തില് അവര് വിശ്വസിച്ചിരുന്നത് ഒരു രാജ്യത്തിന്റെ വെൽത്ത് ഓഫ് നാഷനെ ഡിറ്റർമൈൻ ചെയ്തത് അവരുടെ സ്റ്റോക്ക് ഓഫ് ബുള്ളിയൻ, വിച്ച് മീൻസ് ഗോൾഡ് ആൻഡ് സിൽവർ. അതായത് ഏത് രാജ്യത്തിനാണോ കൂടുതൽ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റോക്ക് ആയിട്ടുള്ളത് അവരാണ് കൂടുതൽ വെൽത്തിയർ ആയിട്ടുള്ളത്. അപ്പൊ ഇവര് അവരുടെ പോളിസിയിൽ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയും എന്നാൽ ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ക്ലാസിക്കൽ എക്കണോമിക്സ് ഇവരെ കൗണ്ടർ ചെയ്തുകൊണ്ട് വന്നതാണ് നമ്മളുടെ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പൊ ഇവര് ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത് വെൽത്ത് ഓഫ് നാഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിയൽ ഫാക്ടേഴ്സ്. ഇതില് ക്ലാസിക്കൽ തിയറിയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മൈക്രോ എക്കണോമിക് ഇഷ്യൂ, ലേസിയസ് ഫെയർ, ഇൻവിസിബിൾ ഹാൻഡ്, കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സേസ് ലോ ഓഫ് മാർക്കറ്റ്, ന്യൂട്രാലിറ്റി ഓഫ് മണി. ഇങ്ങനെ 7 കൺസെപ്റ്റുകളാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കൺസെപ്റ്റ് ആണ് മൈക്രോ എക്കണോമിക് ഇഷ്യൂ. ക്ലാസിക്കൽ എക്കണോമിക്സ് dealt mostly with microeconomic issues, behavior of economic agents such as firms and households. ക്ലാസിക്കൽ എക്കണോമിക്സ് കൂടുതലായിട്ടും മൈക്രോ എക്കണോമിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് എക്കണോമിക് ഏജന്റ് ആണ് കൂടുതലായിട്ടും ഡീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ ക്ലാസിക്കൽ എക്കണോമിക്സുകളെ സംബന്ധിച്ച് variables such as price level, wage rate and output level should be determined by market forces. ഇതിലെ രണ്ടാമത്തേതാണ് ലേസിയസ് ഫെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഈ വേർഡ് ഒരു ഫ്രഞ്ച് ടേം ആണ്. ഇതിന്റെ അർത്ഥം ലീവ് അലോൺ ഓർ ലെറ്റ് യു ഡു. ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത് മിനിമം ഇന്റർവെൻഷൻ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ് അഫയേഴ്സ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വളരെ കുറച്ച് മതി, ബാക്കി റിയൽ ഫാക്ടേഴ്സ് തന്നെ എക്കോണമിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഇൻകവും ഔട്ട്പുട്ടും അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലിയർ ചെയ്യാനൊക്കെ റിയൽ ഫാക്ടേഴ്സ് തന്നെ മതി, ഈ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ആവശ്യമില്ല എന്നാണ് ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത്. അപ്പം ഇവിടെ ആഡം സ്മിത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് വേണമെങ്കിൽ അവർക്ക് കുറച്ച്
ഇന്റർവെൻഷൻ ആകാം. അത് ഏതൊക്കെ മേഖലകളിലാണെന്ന് വെച്ചാൽ നാഷണൽ ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിന്റനൻസിംഗ് സർട്ടൻ പബ്ലിക് വർക്ക്സ് സച്ച് ആസ് ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ. ഇതിലൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റിന് പ്രവർത്തിക്കാം. ബിസിനസ്സിൽ ഇടപെടേണ്ടതില്ല. ഇതായിരുന്നു ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത്. അടുത്തത് ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ളത് ആഡം സ്മിത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് എക്കോണമിയിൽ the economy will function well if everyone pursue his or her own interest. അതായത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്താൽ എക്കോണമി ഫുള്ളി ഫങ്ഷൻ ചെയ്യും എന്നുള്ളത്, നല്ലപോലെ ഫങ്ഷൻ ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകൾ സെൽഫ് ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻവിസിബിൾ ഹാൻഡ് അവിടെ പ്രവർത്തിക്കുകയും അത് എക്കോണമിയുടെ മൊത്തം ഒരു വെൽഫെയറിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് എക്കോണമിയിൽ വെൽഫെയർ ഉണ്ടാക്കണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവിൽ പ്രവർത്തിക്കണമെന്നില്ല. മറിച്ച് ഓരോ വ്യക്തിയും അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് അൾട്ടിമേറ്റ്ലി, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് പ്രവർത്തിച്ചുകൊണ്ട് ജനറൽ വെൽഫെയർ ആ ഒരു എക്കോണമിയിൽ ഉണ്ടാവും എന്നാണ് ഇവിടെ ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ the philosophy of invisible hand confined classical economists to the analysis of behavior of economic agent. They failed to see any conflict between interest of economic agent and that of economy as a whole. അപ്പൊ ഈ ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ളത് അവരുടെ ഒരു ഡ്രോബാക്ക് കൂടിയായിട്ട് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവര് എക്കണോമിക് ഏജന്റുകൾ, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഏജന്റിന്റെ ഇൻട്രസ്റ്റിനെ മാത്രം നോക്കുകയും ഈ ഒരു ഇൻട്രസ്റ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റി പഠിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അടുത്ത കൺസെപ്റ്റ് ആണ് കണ്ടിന്യൂസ് മാർക്കറ്റ് ക്ലിയറിംഗ്. ക്ലാസിക്കൽ എക്കണോമിക്സ് അസ്യൂം ദാറ്റ് പ്രൈസസ് ആൻഡ് വേജസ് റേറ്റ് ആർ ഫ്ലെക്സിബിൾ. ക്ലാസിക്കൽസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് പ്രൈസും വേജും ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ, if supply of labor is more than its demand, there will be a decline in the wage rate till supply of labor equates its demand. An implication of the above is that there is no unemployment in the economy. Wage rate will decline till all workers are employed. There is no disequilibrium in the market. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഡിസിക്ലിബ്രിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ നമ്മളുടെ വേജും അല്ലെങ്കിൽ പ്രൈസും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവർ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു മാർക്കറ്റിലെ ഡിസിക്ലിബ്രിയത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ക്ലിയറിംഗ് നടത്തുമെന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. അടുത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ അവരുടെ മാർക്കറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന് അസ്യൂം ചെയ്തിരുന്നു. അവര് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലായതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്മൂത്ത്ലി റൺ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അവിടെ ആസ് ദർ ഇസ് ഫുൾ എംപ്ലോയ്മെന്റ് ഡ്യൂ ടു ദ flexibility in the wage rate, production is always at the full employment level. Perfect competition ആണ്, ഫ്ലെക്സിബിൾ വേജ് റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫുൾ എംപ്ലോയ്മെന്റ് ഓൾവേസ് കീപ്പ് ചെയ്യുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസിന്റെ ഒരു സ്കോപ്പ് ഇല്ല എന്നും കൂടിയായിരുന്നു ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത്. അടുത്തതാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്. സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് നമുക്ക് പരിചയമുള്ളതാണ്. അതായത് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഈ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത് പ്രൊഡക്ഷൻ ഓഫ് സപ്ലൈ ആണ് എക്കോണമിയിലെ കീ ഫാക്ടർ. അതായത് ഞാൻ പറഞ്ഞിരുന്നല്ലോ സപ്ലൈ സൈഡ് എക്കണോമിസ്റ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ JB സേ എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് അദ്ദേഹം പറഞ്ഞത് എക്കോണമിയിൽ എത്രത്തോളം സപ്ലൈ ഉണ്ടോ അത്രത്തോളം ഡിമാൻഡും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഇൻ എക്കോണമിയിൽ സപ്ലൈ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത്
എക്കോണമിയിൽ കെട്ടിക്കിടക്കില്ല. കാരണം അത്ര തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഒരു പ്രൊഡക്റ്റ് മുഴുവൻ വിറ്റ് പോവുകയും ചെയ്യുമെന്നാണ് ജെബിസി പറയുന്നത്. അപ്പൊ അവരുടെ പ്രൈമറി കൺസേൺ സപ്ലൈ ആയിരുന്നു, നോട്ട് ഡിമാൻഡ്. അടുത്തത് ന്യൂട്രാലിറ്റി ഓഫ് മണി. ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു തിയറിയുടെ ബേസ് ന്യൂട്രാലിറ്റി ഓഫ് മണി, അതായത് മണി ഇസ് ജസ്റ്റ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. Economic growth of an economy is due to increase in the factors of production and technological progress. The increase in money supply does not affect the level of output. It only leads to increase in prices. അതായത് മണീനെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമായിട്ടാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. They believe that there is a dichotomy between monetary variables such as money supply and prices and real variables such as output and employment. അപ്പോൾ ഒരു ഡൈക്കോട്ടമി ഉണ്ട്, അതായത് റിയൽ സെക്ടറും അതേപോലെ തന്നെ നോമിനൽ സ്ട്രക്ചർ മണി മോണിറ്ററി വേരിയബിൾസും. അതായത് ഒരിക്കലും മോണിറ്ററി വേരിയബിൾസ് റിയൽ ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നായിരുന്നു ക്ലാസിക്കൽസ് വിശ്വസിച്ചിരുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക് ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ മാത്തമാറ്റിക്കലും ഗ്രാഫിക്കലുമായിട്ട് വരുന്നൊരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസിക്കൽ തിയറി ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസംഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയും, വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആവുകയും എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു കണ്ടീഷൻ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എക്കോണമി എത്തുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ ഒരു വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ, ഇങ്ങനെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ ആദ്യം തന്നെ ലേബർ മാർക്കറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലേബർ മാർക്കറ്റിൽ, ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിമാൻഡും ഉണ്ടാവും, സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഡിമാൻഡ് ഫോർ ലേബറിനെയാണ് പറയുന്നത് ആദ്യം. അത് P = W/MP എന്നാണ്. അപ്പൊ ഇതിൽ P എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് പ്രൈസ് ആണ്, W നോമിനൽ വേജ് ആണ്, MPN അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഒരു എക്സ്ട്രാ യൂണിറ്റ് ലേബറിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റം, ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അവിടെ P = MR ആയിരിക്കും. അതായത് പ്രൈസ് ഈക്വൽ ടു ഡിമാൻഡ് = മാർജിനൽ റവന്യൂ എന്ന് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സ്ട്രാ യൂണിറ്റിന്റെ റവന്യൂ അവിടുത്തെ പ്രൈസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. പിന്നെ പറയുന്നത് W/MPN എന്നുള്ള ഈ ഒരു ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിനെയാണ്. P = W/MPN എന്നുള്ള ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റി എഴുതിക്കൂടെ? അതായത് MPN അത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇക്വേഷന്റെ ഈ സൈഡിലേക്ക് വരികയും P ഈ സൈഡിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ MPN = W/P. വേജ് ബൈ പ്രൈസ് എന്നുള്ളത് റിയൽ വേജ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾക്ക് അവസാനം നമ്മളുടെ ഒരു കൺക്ലൂഷനിൽ എത്തിയത് ലേബർ ഡിമാൻഡ് കർവ്, റിയൽ വേജിന്റെ ടേമിൽ ലേബർ ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ അത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആയിരിക്കും. അതേപോലെ നമ്മൾ ലേബർ മാർക്കറ്റിൽ ലേബറിന്റെ സപ്ലൈയും ലേബറിന്റെ ഡിമാൻഡിനെയുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ലേബറിന്റെ ഡിമാൻഡ് എന്നുള്ളത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിന്റെ ഫംഗ്ഷൻ ആണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്, അത് റിയൽ വേജിന്റെ ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതെന്താണ്? ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ റിയൽ വേജും ലേബറും തമ്മിലുണ്ടാകുന്നത്. എന്നാൽ സപ്ലൈ ഓഫ് ലേബർ എന്നുള്ളത് ഒരു
പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് കർവാണ്. അതായത് ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. റിയൽ വേജിന്റെ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ് ലേബർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും പഠിച്ചു. ഇതില് ലേബർ സപ്ലൈയുടെയും ലേബർ ഡിമാൻഡിന്റെയും ഈ ഒരു ഇന്റർസെക്ഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പാനലുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു രണ്ട് പാനലില് ആദ്യത്തേതാണ്, ആദ്യത്തെ പാനല് ഇൻ ടേംസ് ഓഫ് റിയൽ വേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ y ആക്സിസിൽ റിയൽ വേജും x ആക്സിസിൽ ലേബർ ആണുള്ളത്. അപ്പൊ ഇവിടെ ലേബർ ഡിമാൻഡ് കർവ് എന്നുള്ളത് ഒരു നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവാണ്. അത് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്, ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ്. ലേബർ സപ്ലൈ എന്നുള്ളത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്, ഒരു പോസിറ്റീവ് കർവാണ്. ലേബർ സപ്ലൈ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ്. ഇതിന്റെ ഈ ഒരു ഇന്റർസെക്ഷനിലെ പോയിന്റിലുള്ള ലേബർ ലെവലാണ് ഈ ഒരു N എന്നുള്ളത്, N2 N1. പിന്നെ രണ്ടാമത്തെ ലോവർ പാനലിലെ നോമിനൽ വേജിന്റെ ടേംസിലാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ y ആക്സിസിൽ നോമിനൽ വേജും x ആക്സിസിൽ ലേബർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ, ആദ്യം തന്നെ ഒരു നോമിനലും അതേപോലെ റിയലും എന്നുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം. നോമിനൽ കൺസെപ്റ്റും റിയൽ വേജ്. അപ്പൊ നോമിനൽ വേജ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇപ്പൊ അയാളുടെ ആക്ച്വൽ അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററി ടേംസിലുള്ള വേജിനെയാണ് നോമിനൽ വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ റിയൽ വേജ് എന്ന് പറഞ്ഞാൽ റിയൽ വേജ് ബൈ പ്രൈസ് ലെവൽ. റിയൽ വേജ് എന്ന് വെച്ചാൽ നോമിനൽ വേജ് ബൈ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ റിയൽ വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നോമിനൽ വേജ് കൂടുക, അതായത് ഒരു വേജ് കൂടി എന്ന് വെച്ചാൽ നമുക്ക് അത് നോമിനൽ വേജിൽ ചേഞ്ച് ഉണ്ടായി എന്ന് പറയാം. പക്ഷെ റിയൽ വേജിൽ ചേഞ്ച് ഉണ്ടായി എന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല. കാരണം നോമിനൽ വേജ് കൂടി, എന്നാൽ അതേ സമയത്ത് പ്രൈസ് ലെവലും കൂടുകയാണെങ്കിൽ ഇവിടെ റിയൽ വേജിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇതിനൊരു ഉദാഹരണം പറയാണ്. ഒരു കമോഡിറ്റിയുടെ പ്രൈസ് 10 ആണ്, വേജ് 100 ആണ്. അപ്പൊ നമ്മൾ 10 കമോഡിറ്റി വാങ്ങാൻ കഴിയും. എന്നാൽ ഇതിന്റെ പ്രൈസ് 20 ആകുകയും നമ്മുടെ വേജ് 200 ആയി. അപ്പോൾ നമുക്ക് എന്താണ് 10 കമോഡിറ്റിയെ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഇതാണ് റിയൽ വേജ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ വേജ് കൂടിയെങ്കിലും പ്രൈസും കൂടിക്കഴിഞ്ഞാൽ അത് റിയൽ വേജിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. നമുക്കല്ലെങ്കിൽ നോമിനൽ വേജ് കൂടി എന്നുള്ളതൊരു. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ക്ലാസിക്കൽസ് പറയുന്നത് ഷോർട്ട് റണ്ണില് ചേഞ്ചസ് ഉണ്ടാകും. ഷോർട്ട് റണ്ണില് പ്രൈസിലും വേജിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്നാൽ ലോങ് റണ്ണിലാണ് ഒരു ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതെന്താണ്, ഇത് ഒരു ഷോർട്ട് റൺ കൺസെപ്റ്റ് ആണ് ഈ ഒരു നോമിനൽ വേജിലുള്ള ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോമിനൽ ഈ ഒരു ഷോർട്ട് ടേമില് ആദ്യത്തെ പ്രൈസ് P1 എന്നുള്ള സമയത്തുള്ള ലേബർ ഡിമാൻഡ് കർവാണ്. അത് ആ ഒരു സമയത്ത് ലേബർ സപ്ലൈ ഇത്രയാണ്. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ്, അപ്പൊ ഇവിടുത്തെ ലേബർ ലെവൽ എന്നുള്ളത്, എംപ്ലോയ്മെന്റ് ലെവൽ എന്നുള്ളത് ഈ ഒരു N1 ആണ്. അപ്പൊ പിന്നെ പ്രൈസ് കൂടി, പ്രൈസ് 2P1 ആവുന്നു. ആ ഒരു സമയത്ത് ലേബർ ഡിമാൻഡ് ഇത്രയാണ്, ലേബർ സപ്ലൈ ഈ ഒരു കർവാണ്. അപ്പൊ ഇവിടുത്തെ വേജ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇക്വിലിബ്രിയം ലെവല് മാറുകയും ഇവിടുത്തെ വേജ് 2W1 ആവുകയും എന്നാൽ എംപ്ലോയ്മെന്റ് സെയിം ആവുകയും ചെയ്തു. എംപ്ലോയ്മെന്റിൽ മാറ്റം ഉണ്ടായിട്ടില്ല. പിന്നീട് പ്രൈസ് 3P1 ആവുകയും പ്രൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. അവിടുത്തെ ഒരു സപ്ലൈ ഓഫ് ലേബറും ഇൻക്രീസ് ചെയ്തു. ഇവിടുത്തെ വേജ് 3W1 ആവുകയും എന്നാൽ എംപ്ലോയ്മെന്റ് സെയിം ആയിട്ട്
നിൽക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? പാനൽ ബി ആസ് പ്രൈസ് ലെവൽ ഇൻക്രീസ് P1 to P2 then P3 real wage can be maintained at the same level if nominal wage increase to 2W and 3W respectively. അപ്പം സെയിം ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിം പ്രൊപ്പോർഷനിൽ ഇൻകവും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് റിയൽ വേജിനെ നമുക്ക് സെയിം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നോ ചേഞ്ച് ഇൻ ലേബർ സപ്ലൈ, ഫുൾ എംപ്ലോയ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ഔട്ട്പുട്ടില് അല്ല ഔട്ട്പുട്ട് പ്രൈസിന് ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ നോമിനൽ വേജിൽ ഇൻക്രീസ് ഉണ്ടായിട്ടില്ലെങ്കിൽ ദർ വിൽ ബി എ ഡിക്ലൈൻ ഇൻ റിയൽ വേജ്. ദിസ് വിൽ ലീഡ് ടു എ ഡിക്രീസ് ഇൻ ലേബർ സപ്ലൈ. നമ്മൾ ലേബർ മാർക്കറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അവിടെ ലേബർ ഡിമാൻഡും ലേബർ സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എംപ്ലോയ്മെന്റ് ലെവലും അതേപോലെ തന്നെ റിയൽ വേജും നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. പിന്നെ അടുത്തത് നമ്മൾ ഔട്ട്പുട്ട് മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ദർ ആർ ഓൺലി 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബറും അതേപോലെ ക്യാപിറ്റലും. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫില് വൈ ആക്സിസിൽ ഔട്ട്പുട്ടും എക്സ് ആക്സിസിൽ എംപ്ലോയ്മെന്റും ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇവിടെ നമ്മൾ ക്യാപിറ്റലിനെ കോൺസ്റ്റന്റ് ആയി വെച്ചിട്ട് ലേബർ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ലേബർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്താണ് ഔട്ട്പുട്ടിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ നേരത്തെ ഈ ഒരു എംപ്ലോയ്മെന്റ് ലെവല് ഈ ഒരു പ്രൊഡക്റ്റ് കർവിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ Y0 ലെവലിലുള്ള ഔട്ട്പുട്ടും അതേപോലെ N0 ലെവലിലുള്ള എംപ്ലോയ്മെന്റും ആണ് ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. Equilibrium in the labor market determines the full employment, labor supply and real wage rate. ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഒരു ഫുൾ എംപ്ലോയ്മെന്റ് ലെവലിലുള്ള എംപ്ലോയ്മെന്റിനെയും അതേപോലെ റിയൽ വേജിനെയും ഷോ ചെയ്യുന്നു. അപ്പൊ ഈ ബേസ്ഡ് ഓൺ ദ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ഈസ് ഗിവൺ ഇൻ പാനൽ ബി. ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഈ ഒരു എംപ്ലോയ്മെന്റ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഈ ഒരു പാനൽ ബിയിൽ തരുന്നത്. അപ്പൊ ഇവിടെ എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് എന്നുള്ളത് Y0 ആണ്, ഫുൾ എംപ്ലോയ്മെന്റ് ലേബർ സപ്ലൈ എന്നുള്ളത് N0 ആണ്. നമ്മുടെ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളത്. അപ്പം ക്ലാസിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പഠിച്ചു, നമ്മൾ പ്രൈസിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേജും ചേഞ്ച് ആവും. അങ്ങനെ എക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഫുൾ എംപ്ലോയ്മെന്റ് എക്കോണമിയിൽ എപ്പോഴും നിലനിൽക്കും എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഒരു അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എല്ലാ സമയത്തും ഇൻഇലാസ്റ്റിക് ആയിട്ടാണ് ക്ലാസിക്കൽസിന്റെ തിയറിയിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ടെക്നോളജിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലാണ് അഗ്രിഗേറ്റ് കർവിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം തന്നെ വേരിയസ് സ്കൂൾ ഓഫ് തോട്ട്സിനെ പറ്റിയിട്ട് വേരിയസ് മാക്രോ എക്കണോമിക് തോട്ട്സ് ആണ് പഠിച്ചത്. അതിനുശേഷം ക്ലാസിക്കൽസിനെ ഒരു കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം എങ്ങനെയാണ് ക്ലാസിക്കൽസ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പഠിച്ചു. അപ്പൊ ഈ ഒരു പാർട്ടില് ലാസ്റ്റ് ടേം എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻ ബൈ ക്ലാസിക്കൽ തിയറി ഇൻ മാക്രോ എക്കണോമിക്സ്, വാട്ട് ആർ ഇറ്റ്സ് സാലിയന്റ് ഫീച്ചേഴ്സ്, എക്സാമിൻ the relevance of these features in the present context. So ക്ലാസിക്കൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സീ യു സൂൺ. ബൈ.